ഹായ് ഫ്രണ്ട്സ്, മൂന്നാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെ 5 ആക്ടിവിറ്റികളാണ് കൂട്ടുകാർക്ക് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 1, സിഗ്നൽസ് ആൻഡ് കളേഴ്സ്. സിഗ്നലുകളും നിറങ്ങളും. റീഡ് ദ ഫോളോയിങ് ന്യൂസ് ഐറ്റംസ്. താഴെ തന്നിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടുകൾ വായിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ടുകൾ എന്ന് നോക്കാം. എ ബസ് ഹിറ്റ് വിത്ത് എ കാർ. 6 മെമ്പേഴ്സ് ഇൻ എ ഫാമിലി ഡൈഡ്. 1 was in a critical condition. ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരു കുടുംബത്തിലെ 6 അംഗങ്ങൾ മരണപ്പെട്ടു. ഒരാൾക്ക് ഗുരുതര അവസ്ഥ. എ ബൈക്ക് ഹിറ്റ് ഓൺ എ പോസ്റ്റ്. എ സ്റ്റുഡന്റ് സീരിയസ്ലി ഇഞ്ചേർഡ്. ഒരു ബൈക്ക് പോസ്റ്റിലിടിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഓവർ സ്പീഡ്. എ യൂത്ത് ഗോട്ട് സീരിയസ്ലി ഇഞ്ചേർഡ് ഇൻ എ ബൈക്ക് ആക്സിഡന്റ്. അമിത വേഗത. ബൈക്ക് അപകടത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. First question, write any 2 safety measures to be taken while walking through the road to avoid accidents. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി റോഡിലൂടെ നടക്കുമ്പോൾ എടുക്കേണ്ട 2 സുരക്ഷാ നടപടിക്രമങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? വാക്ക് along the right side of the road. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക. ക്രോസ് ദ റോഡ് ത്രൂ സീബ്ര ലൈൻ. സീബ്ര വരയിലൂടെ റോഡ് ക്രോസ് ചെയ്യുക. Second question, the following picture of traffic signal is prepared by Minnu in a competition on road safety. റോഡ് സുരക്ഷ എന്ന മത്സരത്തിന്റെ ഭാഗമായി മിന്നു തയ്യാറാക്കിയ ട്രാഫിക് സിഗ്നലിന്റെ പിക്ചറാണ് താഴെ നൽകിയിരിക്കുന്നത്. Give suitable colors for stop, get ready and move. നിർത്തുക, തയ്യാറാവുക, പോവുക എന്നതിന് അനുയോജ്യമായ നിറങ്ങൾ കൂട്ടുകാരോട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നത് ഏത് നിറമാണ്? റെഡ് കളർ. ഗെറ്റ് റെഡി കാണിക്കുന്നത് യെല്ലോ കളർ. മൂവ് എന്ന് കാണിക്കുന്നത് ഗ്രീൻ കളർ. ആക്ടിവിറ്റി 2, ഫുഡ് ആൻഡ് ഹെൽത്ത്. ഭക്ഷണവും ആരോഗ്യവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്കൂൾ ഹെൽത്ത് ക്ലബ് കണ്ടക്ടഡ് എ മെഡിക്കൽ ക്യാമ്പ്. സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. They identified that most of the students are having nutrition deficiency. മിക്ക കുട്ടികൾക്കും പോഷകക്കുറവുള്ളതായി അവർ കണ്ടെത്തി. Prepare statements to be written in the poster to make the students aware about the nutritious food. പോഷകാഹാരങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ വേണ്ടി പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ട വാചകങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പോഷകാഹാരങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനായി എന്തെല്ലാം വാചകങ്ങളാണ് നമ്മൾ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തുക? ഹാവ് പ്ലന്റി ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. മേക്ക് വാട്ടർ യുവർ ഡ്രിങ്ക് ഓഫ് ചോയ്സ്. വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനീയമാക്കുക. ചൂസ് ഹോൾ ഗ്രെയിൻ ഫുഡ്സ്. ധാന്യ ഭക്ഷണങ്ങൾ മുഴുവനും തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫുഡ് ഐറ്റംസ് ബ്രോഡ് ഫോർ ദ മിഡ് ഡേ മീൽസ് ഇൻ ദ സ്കൂൾ. ഉച്ചഭക്ഷണത്തിനായി സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണ ഇനങ്ങളാണ് താഴെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് തന്നിരിക്കുന്നത്? ടാപ്പിയോക്ക കപ്പ, തഴുതാമ, ബിറ്റർ ഗോഡ് കയ്പ, കൊളോക്കേഷ്യ ചേമ്പ്, സ്പിനാച്ച് ചീര, പംകിൻ മത്തൻ. വെജിറ്റബിൾസ് പച്ചക്കറികൾ എന്നും ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ എന്നും തരം തിരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾക്ക് തരം തിരിക്കാം? ട്യൂബേഴ്സ് കിഴങ്ങുവർഗ്ഗങ്ങൾ. തന്നിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളെ നമ്മൾക്ക് വെജിറ്റബിൾസ്, ട്യൂബേഴ്സ്, ലീഫി വെജിറ്റബിൾസ് എന്നിങ്ങനെ തരം തിരിക്കാം. ഇനി തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉള്ളത്? ബിറ്റർ ഗോഡ് ആൻഡ് പംകിൻ. ഇനി ട്യൂബേഴ്സ് കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കൊളോക്കേഷ്യ, ടാപ്പിയോക്ക. ലീഫി വെജിറ്റബിൾസ് തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണുള്ളത്? സ്പിനാച്ച് ആൻഡ് തഴുതാമ. ആക്ടിവിറ്റി 3, പ്ലാന്റ് വേൾഡ്. സസ്യലോകം. In Appu's school, they held a photo exhibition to know the features of different plants. വിവിധ തരം സസ്യങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനായി അപ്പുവിന്റെ സ്കൂളിൽ അവർ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. Name the plants according their features. പ്രത്യേകതകൾ മനസ്സിലാക്കി സസ്യങ്ങളുടെ പേരുകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, I am the biggest in the grass family. പുൽവർഗത്തിൽ ഏറ്റവും വലിയവനാണ് ഞാൻ. ആരാണത്? ബാംബു, മുളയാണ് അല്ലേ? സെക്കൻഡ് വൺ,
ഐ ആം ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് ഞാൻ. ആരാണ്? റഫ്ലേഷിയാണ് അല്ലേ? തേർഡ് വൺ, ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മൈ സ്റ്റെം. എന്റെ തണ്ടിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാം. ആരാണത്? ഷുഗർ കെയിൻ, കരിമ്പാണ് അല്ലേ? ഫോർത്ത് വൺ, മൈ റൂട്ട് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. എന്റെ വേര് ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഏതാണ്? ടാപ്പിയോക്ക, കപ്പയാണ് അല്ലേ? ഫിഫ്ത് വൺ, ഐ ബ്ലൂം വൺസ് ഇൻ 12 years. 12 വർഷത്തിൽ ഒരിക്കലാണ് ഞാൻ പൂക്കാറുള്ളത്. എന്താണത്? നീലക്കുറിഞ്ഞിയാണ് അല്ലേ? ആക്ടിവിറ്റി 4, when we build houses. വീടുകൾ നിർമ്മിക്കുമ്പോൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write down the names of different shelters given below. താഴെ തന്നിരിക്കുന്ന വ്യത്യസ്ത തരം വീടുകളുടെ പേരുകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് എന്താണ്? ട്രീ ഹൗസ് ആണ്, ഏറുമാടം. സെക്കൻഡ് പിക്ചറിൽ എന്താണ് കാണുന്നത്? ഫ്ലാറ്റ്സ്, ഫ്ലാറ്റുകളാണ് അല്ലേ? തേർഡ് പിക്ചറിൽ കാണുന്ന വീടിന്റെ പേരെന്താണ്? ഇഗ്ലൂ, മഞ്ഞു മനുഷ്യരുടെ വീടാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 things to be kept in mind while constructing eco-friendly houses. പ്രകൃതി സൗഹൃദ വീടുകൾ നിർമ്മിക്കാൻ വേണ്ട 2 കാര്യങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. Plants and trees must be grown in the house premises. വീടിന്റെ പരിസരത്ത് മരങ്ങളും ചെടികളും വച്ചു പിടിപ്പിക്കണം. More windows should be included for the passage of air and light. വായു സഞ്ചാരത്തിനും വെളിച്ചം ലഭ്യമാക്കാനും കൂടുതൽ ജനലുകൾ ഉൾപ്പെടുത്തണം. Planting grass and plants in the yard is better than concreting or fixing cement blocks. മുറ്റം കോൺക്രീറ്റ് ചെയ്യുകയോ സിമന്റ് കട്ടകൾ പതിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം പുല്ലുകളും ചെടികളും വച്ചുപിടിപ്പിക്കുന്നതാണ്. Keep the house and premises clean. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കൂട്ടുകാർ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ആക്ടിവിറ്റി 5, മൈ എർത്ത്, എന്റെ ഭൂമി. Given below are the items collected by the students of class 3 for preparing an EVS corner. ഒരു പരിസര പഠന മൂല തയ്യാറാക്കാൻ വേണ്ടി 3ാം ക്ലാസ്സിലെ കുട്ടികൾ ശേഖരിച്ച കുറച്ച് വസ്തുക്കളാണ് താഴെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് സ്യൂട്ടബിൾ ഐറ്റംസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡേ ആൻഡ് നൈറ്റ് occur using them. തന്നിരിക്കുന്നവയിൽ നിന്നും 2 വസ്തുക്കൾ തെരഞ്ഞെടുത്ത് അവ കൊണ്ട് രാത്രിയും പകലും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. രാത്രിയും പകലും സംഭവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനായി എന്തെല്ലാം വസ്തുക്കളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? സെലക്ട് ടോർച്ച് ആൻഡ് ബോൾ ടു എക്സ്പ്ലെയിൻ ഹൗ ഡേ ആൻഡ് നൈറ്റ് occur. രാത്രിയും പകലും സംഭവിക്കുന്നത് വിശദീകരിക്കാനായി ടോർച്ചും ബോളുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതുകൊണ്ട് എങ്ങനെയാണ് രാത്രിയും പകലും സംഭവിക്കുന്നത്? Keep the ball in a dark room. ബോൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ വെക്കുക. Now light the torch onto it. ശേഷം ടോർച്ചിന്റെ വെളിച്ചം അതിലേക്ക് അടിക്കുക. The light does not fall the other side of the ball. അപ്പോൾ ബോളിന്റെ മറുവശത്ത് വെളിച്ചം വീഴാതിരിക്കുന്നതായി കാണാം. It is bright on one side of the ball and dark on the other side. ബോളിന്റെ ഒരു വശത്ത് നല്ല വെളിച്ചവും മറുവശത്ത് ഇരുട്ടുമായി കാണപ്പെടുന്നു. When turning the ball, it is dark where it was bright and bright where it was dark. ഇനി ബോൾ തിരിക്കുമ്പോൾ വെളിച്ചമുണ്ടായിരുന്ന സ്ഥലത്ത് ഇരുട്ടും ഇരുട്ടുണ്ടായിരുന്ന സ്ഥലത്ത് വെളിച്ചവും കാണപ്പെടുന്നു. Imagine the ball as the earth and torch as the sun. ഇനി ബോൾ ഭൂമിയായും ടോർച്ച് സൂര്യനായും സങ്കല്പിക്കാം. This is how day and night occurs. ഇങ്ങനെയാണ് രാത്രിയും പകലും സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദിസ് മോഡൽ ഓഫ് എർത്ത്. ഭൂമിയുടെ ഈ മാതൃകയുടെ പേരെന്താണ്? ഗ്ലോബ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? മെഗല്ലൻ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഇൻഡിക്കേറ്റ് സീ ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിൽ സമുദ്രത്തെ സൂചിപ്പിക്കുന്നത് ഏത് നിറത്തിലാണ്? ബ്ലൂ, നീല നിറത്തിലാണ് അല്ലേ? ആക്ടിവിറ്റി 6, മൈ കേരള, എൻ്റെ കേരളം. For preparing magazine My Kerala, the students of class 3 collected some data. എൻ്റെ
കേരളം എന്ന ഒരു മാഗസിൻ തയ്യാറാക്കാനായി 3ാം ക്ലാസ്സിലെ കുട്ടികൾ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഹെൽപ്പ് അമ്മു ടു കംപ്ലീറ്റ് ദ ഡാറ്റ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ പൂർത്തിയാക്കാനായി അമ്മുവിനെ സഹായിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ, കേരളത്തിന്റെ തലസ്ഥാനം ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ്? തിരുവനന്തപുരം. ഇനി ബാക്കിയുള്ളതും കൂടി നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ബേർഡ്, ഏതാണ് സംസ്ഥാന പക്ഷി? ദ ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പലാണ് അല്ലേ. നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ്, എത്ര ജില്ലകളാണ് കേരളത്തിനുള്ളത്? 14 ജില്ലകളാണ് അല്ലേ. മദർ ടങ്, നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലേ. കേരള ഫോർമേഷൻ ഡേ, എന്നാണ് കേരളം രൂപീകൃതമായത്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരള ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന കേരളത്തിന്റെ ഭൂപടം ശ്രദ്ധിക്കുക. Find out the answers to the questions below and put a tick mark on the appropriate district. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ആ ജില്ലയ്ക്ക് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മൈ ഡിസ്ട്രിക്റ്റ്. കൂട്ടുകാരുടെ ജില്ല ഏതാണെന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ. ഏതാണെന്ന് മനസ്സിലാക്കി ആ ജില്ലയിൽ കൂട്ടുകാർ ടിക്ക് മാർക്ക് ഇടുമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിക്ട് വേർ ഷിപ്പ്യാർഡ് സിറ്റുവേറ്റ്സ്. കപ്പൽശാലയുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ ടിക്ക് മാർക്ക് ഇട്ടത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ല ടിക്ക് മാർക്ക് ഇട്ടത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.